ചൂണ കട്ട്ലറ്റാണ്. അതിന് വേണ്ടിയുള്ള നമുക്ക് ഒരു ടിന്ന് നമുക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിനു വേണ്ടി നമ്മൾ ഉരുളക്കിഴങ്ങ് ആദ്യമായിട്ട് വേവിച്ചു. ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്തു. അതിന്റെ തൊലി കളഞ്ഞെടുത്തു. ഓക്കെ. അത് നമ്മളിപ്പം നല്ലപോലെ കഴുകിയിട്ട് നമ്മൾ പ്രസ് ചെയ്യണം. നമ്മൾ പ്രസ് ചെയ്യുവാണ്. നമുക്ക് ചൂടാട്ടോ. ഇനി നമ്മൾ പ്രസ് ചെയ്യുവാണ്. ഇനി നമ്മൾ ഇതിന്റെ കൂട്ടത്തിലേക്ക് നമ്മൾ 3 സവോളയും കുറച്ച് ഇഞ്ചി നമ്മൾ ഇവിടെ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കണ്ടോ? 3 വലിയുള്ളിയും പിന്നെ ഒരു ഇതാണ് ജിഞ്ചറും, കുറച്ച് ജിഞ്ചർ, സവോള, അങ്ങനെ ഒക്കെയാണ്. മാത്രം കാണിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എണ്ണയാണ് ഒഴിക്കുന്നത്. എണ്ണയാണ് നമ്മൾ ചീനിച്ചട്ടി അടുത്ത് വെച്ച് സ്റ്റൗ ഓൺ ആക്കി കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഒഴിക്കുന്നു. അത് നമുക്ക് എണ്ണ ഒഴിച്ചു. നമ്മൾ അടുത്തായിട്ട് എന്താണ് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. ഓക്കെ. പിന്നെ നമ്മൾ ഉള്ളി ഇടും. സവോള, ജിഞ്ചർ എല്ലാം ഇട്ടു. പച്ചമുളക്, കരിയാപ്പില. ഇത് പയ്യെ വഴന്നു വരുമ്പോൾ പച്ചമുളക് നമ്മൾ നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട്. കണ്ടോളൂ. അരിഞ്ഞു വെച്ചേക്കുന്ന മുളകാണ് നമ്മൾ ഇടാൻ പോകുന്നത്. പച്ചമുളകാണ്, ഇച്ചിരി കരിവേപ്പില. നല്ലതായിട്ട് വരുന്നുണ്ട്. ഇതാണ് നമ്മൾ ചേർക്കാൻ പോകുന്നത്. ഇച്ചിരി നേരത്തേക്ക് നമ്മൾ ഓഫ് ചെയ്യാൻ പോകുകയാണ് സ്റ്റൗവ്. കണ്ടോളൂ, ഇച്ചിരി കൂടുന്നില്ല. കുറച്ച് വഴറ്റിട്ടാണ് നമ്മൾ ഈ കരിയാപ്പിലും പച്ചമുളക് ഇടണേ. എനിക്ക് അങ്ങനെയാണ് തോന്നിയത് കേട്ടോ. ഓക്കെ. കണ്ടോ, നല്ല മുളകാണ്. നല്ല പച്ചമുളക്, പച്ചയായ മുളക്, കോമഡിയായ മുളക്, പാട്ടുപാടായ കുറച്ച് പേര് നമ്മൾ ഇളക്കണം. ഉണക്ക് കരിയാപ്പിലും പച്ചമുളകും ഇടുവാണേ. കണ്ടോളൂ, കണ്ടോളൂ. നമ്മൾ മുളകിൻ്റെ കണ്ടിട്ടുണ്ട്. നല്ലതായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുവാണ്. ഇതെന്തോ അമ്മച്ചി? ഇത് കുരുമുളക് പൊടിയാണ്. ഇത് ഗരം മസാലയാണ്. ബ്രാഹ്മിൻസിൻ്റെ ആണ്. സാധാരണ വേറെ കമ്പനിയാണ് മേടിക്കാറുള്ളത്. ഉപ്പിടാൻ പോവുകയാണ്. കണ്ടോളൂ, കണ്ട ഉപ്പിടുന്നുണ്ട്. കണ്ടോളൂ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും പിന്നെ ബെല്ലൈക്കണും ഞെക്കണം കേട്ടോ. കണ്ടോളൂ. നമ്മൾ നല്ല ബ്രൗൺ കളർ ആക്കണം. അത് കണ്ടോളൂ. അങ്ങനെ ബ്രൗൺ കളറിലാക്കണം നമ്മൾ. അപ്പോഴാണ് ഇത് കുറച്ച് റെഡി ആയി വരുന്നതെന്ന് തോന്നുന്നത്. ഇത് മുളകാണ്, നമ്മുടെ കാശ്മീരി ചില്ലി പൗഡറാണ്. അതാണ് ഇടുന്നത്. നമുക്ക് മഞ്ഞൾപ്പൊടി ഇടാം. നമുക്കിനി കുരുമുളക് പൊടി ഇടാം. കുരുമുളക് പൊടി ഇട്ട് വല്ലാട്ട് വരട്ടണം. കുരുമുളക് പൊടി ഇടുകയാണ്.
എത്ര ടേബിൾ സ്പൂൺ അമ്മച്ചി? 1 ടേബിൾ സ്പൂൺ. 1 ടേബിൾ സ്പൂൺ. പിന്നെ മുളക് പൊടി, പിന്നെ മുളക് പൊടി, ഗരം മസാല, മസാല, ഗരം മസാല ഇച്ചിരി ഇടാം. മുളക് പൊടി പിന്നെ എത്ര? മുളക് പൊടി എത്ര? മുളക് പൊടി 1 ടീസ്പൂൺ. മുളക് പൊടി 1 ടീസ്പൂണാണ്. മഞ്ഞൾപ്പൊടി 1 പൊടി. ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇച്ചിരി മതിയേ. ഒരു പൊടിക്ക് മഞ്ഞൾപ്പൊടി, ഒരു കളറിന് വേണ്ടിയാണ്. ആ കണ്ടോ, നല്ല ബ്രൗണിഷ് ആവുന്നുണ്ട്. ഓപ്ഷണൽ ആണത്, നിർബന്ധമൊന്നുമില്ല. നിർബന്ധമൊന്നുമില്ല. എന്തിനാ നിൽക്കുന്നത്? ചച്ചക്ക് എത്താവല്ലോ. കണ്ടോ നല്ലതായിട്ട് ഇളക്കുന്നുണ്ട്. കണ്ടോ നല്ല ബ്രൗണിഷ് ആവുന്നുണ്ട്. 1 പൊടി എണ്ണ ഒഴിച്ചിട്ടുണ്ട് നമ്മള്. ഇച്ചിരി എണ്ണ ഒഴിച്ചാൽ മതി. ഒരു 1/4 ടീസ്പൂൺ മതി. ഫ്ലെയിം നമ്മൾ ഇച്ചിരി കൂട്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ ചൂടയുടെ മറ്റേ കട്ട്ലേറ്റിന്റെ മിക്സ് ഇടാൻ പോവാണ്. നമുക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയതാണ്. നമ്മൾ എടുക്കുവാണ്, അതിനകത്തുനിന്ന് നമ്മൾ ഇടുവാണ്. ടൂൺ അതിനകത്തുനിന്ന് എടുത്തിടുവാണ്. നമ്മളത് ഇടുവാണ്. കണ്ടോ നല്ല ചൂണയുടെ ആണ്, നമുക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയതാണിത്. ചൂണയാണ്. ഫുള്ള് നമ്മൾ ഇടുവാണ്. ഇത്ര മതി എന്നാണ്. നമുക്ക് ആവശ്യത്തിന് ഇടാം. ഇതൊക്കെ നല്ല സ്മെല്ല് വരെ കിട്ടുന്നുണ്ട്. അമ്മച്ചി ഇവിടെ ചായ ഉണ്ടാക്കുന്നുണ്ട്. ഇത് വേറൊരു അമ്മച്ചി. ഇത് ഫ്ലെയിം കുറച്ചിട്ടുണ്ട് ഇതിന്റെ. ഇനി നമ്മൾ ചതച്ചു വെച്ച പൊട്ടാറ്റോ നമ്മൾ ചേർക്കുവാണ് അതിൻ്റെ അകത്ത്. ഇനി നമ്മൾ നല്ലതായിട്ട് ഇളക്കേണ്ട വരും. നല്ലതായിട്ട് ഇളക്കി എടുക്കണം. ചതച്ചാണ്ട് ഇച്ചിരി പാടാണ്. അത് പറഞ്ഞു. അതെ, ഭയങ്കര പാടാണ് മിക്സ് ചെയ്യാനൊക്കെ. കാണുമ്പോ തന്നെ കൊതിയാവുക. അതെ, കാണുമ്പോ തന്നെ ട്രൈ ചെയ്യണം നിങ്ങൾ. ചായക്ക് കേക്ക് കൂട്ടി ചായ കുടിക്കാം. ഇത് ഉണ്ടാക്കാം. ഇത് കുറച്ച് നേരം എടുക്കും ഇതിനൊക്കെ. ഭയങ്കര ചൂടെടുത്താണ് ചെയ്യുന്നത്. നിങ്ങൾ ഫീഡ്ബാക്സ് അറിയിക്കണം. അതെ, നമ്മൾ ഇച്ചിരി ഉപ്പ് ചേർക്കാൻ പോകുവാണ്. എത്ര? ഒരു 1/4 ടീസ്പൂൺ മതി. ഭയങ്കര അതെ പ്രഷറൊക്കെ ഉള്ളവരാ. അതുകൊണ്ട് പിന്നെ എങ്ങനെയാണ് ചെയ്യുന്നത്? ഒരു പ്രഷറുള്ള ആള് വരാനുണ്ട്. നമ്മൾ ഓഫ് ചെയ്യാൻ പോവാണ്. കണ്ടോ, നമ്മൾ ചൂടാറണം വേഗം. ഇനി നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ റസ്ക് പൊടിച്ചിടും അതിൻ്റെ അകത്ത്. റസ്ക് റസ്കോ ബ്രെഡോ ഓപ്ഷണൽ ആണ്. റസ്ക് ആണ് ഇച്ചിരി കൂടെ നല്ലത്. ക്രിസ്പി റസ്കാ, അതുകൊണ്ടാണ് നമ്മൾ അതാ ചേർക്കുന്നത്. നമ്മൾ ക്രിസ്പി ആകണം. അത് ഭയങ്കര സോഫ്റ്റ്, അതുകൊണ്ട് പെട്ടെന്ന് പോകും. നമ്മൾ കഴിക്കുമ്പോ നമ്മൾ ക്രിസ്പി ആയിരിക്കണം. ഭയങ്കര ചൂടാണ് ഇത്. കണ്ടോ ഉണ്ടോ അതിന്റെ ടെക്സ്ചറും കളറും മിക്സ്ചറൊക്കെ കണ്ടോ. മിക്സ് ചെയ്യണം. ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുന്നത് എന്തിനാണെന്നറിയാമോ? അടുത്ത വീഡിയോയും അതൊക്കെ കിട്ടണം. ബെല്ലൈക്കനും ഒക്കെ ചെയ്യണം. ബെല്ലൈക്കണിലൊക്കെ ഞെക്കണം. എന്നാലേ നമുക്ക് അടുത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാധനങ്ങളുടെ റെസിപ്പിയൊക്കെ ഞങ്ങൾ തരാം. അതിനുവേണ്ടി ഇതൊക്കെ ചെയ്തണം. കണ്ടോളൂ, നമ്മൾ ടോസ്റ്റിയുടെ റസ്ക് ആണ് നമ്മൾ പൊടിച്ചു വെക്കാൻ പോകുന്നത്. ബ്രിട്ടാനിയുടെ ടോസ്റ്റി ആണ് മുറിക്കാൻ പോകുന്നു. നല്ല റസ്ക് ആണ് അത്.
റിസ്ക് ഞങ്ങൾ സുന്ദരി ഇടിപ്പോലെ കാണാൻ പറ്റുന്ന റിസ്ക്കാണ്. പുതിയ റിസ്ക്കാണ് മേടിച്ചതേ ഉള്ളത്. നമ്മൾ ഇതെന്തിനാ മിക്സിയുടെ ജാറിൻ്റെ അകത്തോട്ട് ഇടുവാണ്. എത്ര എണ്ണം അമ്മച്ചി ഇടുന്നേ? 5 എണ്ണത്തിലെ കൂടുതൽ പൊടിക്കരുത്, നമ്മൾ നിറഞ്ഞു പോകും. നമ്മൾ മുറിച്ചൊക്കെ ഇടണം. നമുക്ക് അതെ സ്പേസ് ഒക്കെ കിട്ടത്തുള്ളൂ. 5 എണ്ണം മാക്സിമം ആണ്. 4 5 എടുക്കണം നമ്മൾ. നിങ്ങൾ ഓപ്ഷനാണത്. വലിയതിലാണ് നമ്മൾ എടുക്കുന്നതെന്നാണ് നോക്കുന്നത്. ഇച്ചിരി വലിയ ഫാമിലി ആയതുകൊണ്ട് കൂടുതൽ വേണം എന്നാണ് പറയുന്നത്. ആദ്യം ഇതിൽ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് രണ്ടാമത് എടുക്കാം. ഞാൻ കണ്ടോളൂ മിക്സ് ചെയ്തെടുക്കുവാണ്. പക്ഷെ ഇച്ചിരി നമ്മൾ കണ്ടോ പൊടിച്ചിട്ടും പക്ഷെ പറ്റുന്നില്ല. നോക്കുവാണ്. കാണിക്കരുത്. കണ്ടോ ഇതേപോലെ ആകണം, എന്നാലേ നമ്മൾ പൊടിച്ച് എന്നുള്ള അർത്ഥം വരത്തുള്ളൂ. ഇതാണ് നമ്മൾ കോട്ട് ചെയ്യുന്നത്. നമ്മളൊരു പാത്രത്തിലേക്ക് ആ മിക്സിക്കകത്തുള്ള റസ്കിൻ്റെ പൊടികൾ മാറ്റുന്നു. അതെ, ക്രംസ് അല്ല, റസ്ക് ക്രംസും ബ്രെഡ് ക്രംസും ഒക്കെ ഉണ്ട്. കണ്ടോ ടെക്സ്ചർ കണ്ടോ? കണ്ടോളൂ, നമ്മുടെ ഇത്താൻ കാണിക്കുന്നുണ്ട്. ഇതെൻ്റെ അനിയനാണ്. ഹലോ, ഞാൻ ഈത്തൻ. ഹലോ, ഞാൻ ഈത്തൻ. നമുക്ക് അമ്മേനെ കാണിക്കാം. അമ്മേനെ നോക്കാം. അമ്മയുടെ ബർത്ത്ഡേ സ്പെഷ്യലാണിത്. കണ്ടോ കണ്ടോ? ഹലോ, ഇതാണ് അമ്മ. ഞങ്ങൾ റീൽസൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മൾ ഇച്ചിരിയും കൂടെ റസ്ക് പൊടിച്ചെടുത്തിട്ടുണ്ട്. ചെറുത് തന്നെയാണ്. അത് റെഡിയായോ? ഇട്ടു. ഇച്ചിരിയും കൂടെ റസ്ക് ആണ്. നമുക്ക് വലിയ ഫാമിലി ആയതുകൊണ്ട് 5 6 ഒക്കെ ഇടാം. അതിൽ കൂടുതൽ പോകരുത്. അതെ, നമുക്ക് അളവിനനുസരിച്ചെല്ലാം ഇടണം നമ്മൾ. അതെ, 6 പേരാണ്. ശരിയാണ് പറഞ്ഞത്. 6 പേരുണ്ട് ഇവിടെ, അതുകൊണ്ട് 6 എടുത്തു. 6 or 7. ഇനി നമ്മൾ മുട്ടയാണ് എടുക്കാൻ പോകുന്നത്. അത് ശരിയാ പറഞ്ഞത്. ഇത് അമ്മച്ചി ശരിക്കുള്ള അമ്മച്ചി തന്നെയാണ്. കണ്ടോ എത്ര? അതെ, 2 മുട്ടയാണ് ആവശ്യമുള്ളത്. 6 പേരാണെങ്കിൽ 2 മുട്ട വേണം. 8 ആണെങ്കിലൊക്കെ 3 2 ഒക്കെ മതി. നമുക്ക് ആവശ്യം ഉള്ളത് അത്രയും. കണ്ടോ, 1 മുട്ട പൊട്ടിച്ചിട്ടുണ്ട്. കണ്ടോ, നമ്മൾ 2 മുട്ടയും പൊട്ടിച്ചിട്ടുണ്ട്. കണ്ടോ, ഇതാണ് സംഭവം. നമുക്ക് വള്ളം പോലെ ഇല്ലേ ആ മുട്ടയ്ക്കകത്ത് എല്ലാം ഉള്ളത്. എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വെള്ളം പോലത്തെ ഉള്ള മുട്ട എനിക്ക് ഇഷ്ടമാണ് ഭയങ്കര. കണ്ടോ, നമ്മൾ ഫോർക്ക് വെച്ചേ അടിക്കാവുള്ളൂ, എന്നാലേ നല്ല അടിഞ്ഞു വരത്തുള്ളൂ. കണ്ടോ, മിക്സ് ആകത്തുള്ളൂ. നമ്മൾ മുക്കുമ്പോൾ ഒരു യെല്ലോ കളറും കിട്ടും. അതെ, യെല്ലോ കളറും കിട്ടും. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒക്കെ വരത്തുള്ളൂ. നമ്മൾ നല്ല പിന്നെ നമ്മൾ അത് വെച്ച് കൈ വെച്ച് ഷേപ്പാക്കി എടുത്ത് മുട്ടയ്ക്കകത്ത് വറക്കണം. ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്. അപ്പം ശരിക്കും നമ്മളെ സ്പീഡിൽ തന്നെ ചെയ്യണം. ഓക്കെ, അടുത്ത പണി നമ്മൾ കുറച്ച് കഴിയും. കാണിക്കാനും പറ്റത്തില്ല. അതെ, നമ്മൾ ഈവനിങ് സ്നാക്സിന്റെ ഒക്കെ കാണിക്കാം. സ്നാക്സ് ആണ് ഇത്.
കണ്ടോ ചായ ഒക്കെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ ചായ. നമുക്ക് എന്താ പുറത്തുനിന്ന് നോക്കിയാലോ. കണ്ടോ നല്ല ഈവനിങ് സമയമാണ്. കണ്ടോ സൺസെറ്റ് ഒക്കെ ആവാറായി. ബ്ലൂ കളർ വൈറ്റ് കളറൊക്കെ കണ്ടോ അടിപൊളി ഡേ ആണ്. അതുകൊണ്ട് തുണിയൊക്കെ ഒരുക്കാനിട്ടു. കണ്ടോ അമ്മയുടെ ബർത്ത്ഡേയുടെ കേക്കാണിത്. അതെ അതെ അമ്മയുടെ ബർത്ത്ഡേ ആണ്. ചായയും കേക്കും റെഡി ആയിട്ടുണ്ട്. എന്താ ഇത് കണ്ടോ, ഇത് ഞാൻ ഒരു അമ്മയ്ക്കുള്ള ഒരു കാർഡ് ഉണ്ടാക്കിയതാണ്. ചായ കുടിക്കുകയാണ്. കേക്കും ചായയും ഒക്കെ ഉണ്ട് ഇവിടെ. കണ്ടോ നമ്മൾ ഷേപ്പ് ചെയ്യുവാണ്. കണ്ടോ നമ്മൾ നല്ലതായിട്ട് ഷേപ്പ് ചെയ്തെടുക്കണം, എന്നാലേ നമ്മൾ ഷേപ്പ് വരത്തുള്ളൂ. കണ്ടോ മുട്ടയെ മുക്കി എടുക്കണം. കണ്ടോ കണ്ടോ ഇന്ന് റസ്ക് ക്രംസിൽ നമ്മൾ ഇങ്ങനെ മുക്കി എല്ലാ സാധനത്തിലും ആദ്യം നമ്മൾ ഇവിടുന്ന് എടുക്കണം, എന്നിട്ട് മുട്ടയിൽ മുക്കണം, പിന്നെ റസ്ക് ക്രംസിൽ ഞെക്കണം. മുക്കിയിട്ട് ഷേപ്പായിട്ട് അതാണ്ട് ഇത് ഇട്ടിട്ടുണ്ട്. അവിടെ തീ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ട്. കണ്ടോ ഷേപ്പ് ചെയ്യുവാണ്. ഇതിലൊക്കെ മുക്കിയിട്ടതാണ്. അതെ മുട്ട കണ്ടോ. പാടുള്ള കാര്യമാണ്. നമ്മൾ അതിൻ്റെ അകത്ത് എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ നമ്മൾ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ മിക്സ്ചർ ഈ പിന്നെ കട്ട്ലൈറ്റിൻ്റെ മറ്റേ ഈ സാധനമൊക്കെ മുക്കി ചെയ്ത് നമ്മൾ അതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. കണ്ടോ നല്ല തിളച്ച് വരുന്നുണ്ട്. കണ്ടോ എണ്ണയും മൂങ്ങി കിടപ്പുണ്ട്. ഇത് വെച്ച് നമ്മൾ ഇളക്കണം. പയ്യെ തുടങ്ങും. പൊട്ടിപ്പോയാൽ ഒന്നുകൂടെ ഉണ്ടാക്കേണ്ടി വരും. നമ്മൾ നല്ലതായിട്ട് ക്രിസ്പിയായിട്ട് വരുമ്പോൾ നല്ലതായിട്ട് ഇളക്കാവുള്ളൂ. ഓക്കെ നമ്മൾ അടുത്ത വശത്തിലോട്ട് പോവുകയാണ്. കണ്ടോ വീട്ടിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. കണ്ടോ ഭയങ്കര പാടാ ഷേപ്പ് ചെയ്തെടുക്കാനൊക്കെ. ആ ഷേപ്പ് ചെയ്ത് കണ്ടോ വിട്ട് പോവാണ്. ഇത് ഭയങ്കര സോഫ്റ്റ് ആണെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പം അതോടെ ചെയ്യുമ്പോഴേ നമുക്ക് എത്ര സോഫ്റ്റാ എത്ര കട്ടിയാ മനസ്സിലാകത്തുള്ളൂ. ചിരിച്ചിരി മുറിഞ്ഞുണ്ട്, പക്ഷെ നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. കണ്ടോ അവ വന്നിട്ടുണ്ട് മിക്സ് ആയിട്ടൊക്കെ. നമ്മൾ ഇത് ഫ്ലെയിം സിമ്മിലിട്ടിട്ടുണ്ട്. കണ്ടോ സിമ്മിലിട്ടിട്ടുണ്ട്. കുറവായിട്ടാണ് നമ്മൾ ഉണ്ടാക്കി വരുമ്പോൾ കുറവായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ശരിക്കും ഫ്രീസറിൽ വെക്കണം, പക്ഷെ നമുക്ക് അത് കുറേ നേരം വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. സ്നാക്സാണ്, രാത്രി നമുക്കത് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ഫ്രീസറിൽ വെക്കുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് വെക്കാം. അതിൻ്റെ പൊരിയൊക്കെ കണ്ടോ നമ്മൾ ഇച്ചിരി കാസറോളിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. ഇച്ചിരി കണ്ടോ ഇച്ചിരി പൊരിഞ്ഞും പൊടിച്ചങ്ങ് പോയിട്ടുണ്ട്. ഭയങ്കര സോഫ്റ്റ് ആണെന്ന് അർത്ഥം. കണ്ടോ എണ്ണയ്ക്കകത്ത് ഇടുന്നുണ്ട്. ഓരോന്നോരോന്ന് പയ്യെ ഇടാം. നമ്മൾ ഇച്ചിരി കണ്ടോ ഇച്ചിരി ഇപ്പം നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ചിലതിങ്ങനെ ഇതാക്കി വെക്കണം കട്ടത്തിൽ. കണ്ടോ കരണമൊന്നുമില്ല. കണ്ടോ
അമ്മച്ചി കാണിച്ചേ അമ്മച്ചി കേട്ടോ. ഭയങ്കര ചൂടാണ്. നല്ല ക്രിസ്പി ആണല്ലോ. പൊട്ടിച്ചതിന് മാത്രമേ ഉള്ളൂ പോയത്. അതിപ്പോ തന്നാലേ കണ്ടോ നല്ല ബ്ലാക്ക് കളറായിട്ടുണ്ട് കണ്ടോ. രണ്ട് കണക്കല്ലേ എന്റെ അല്ല കറക്റ്റ് സാധനങ്ങൾ യൂട്യൂബിൽ നോക്കി ഉണ്ടാക്കാം നമുക്ക് അടുത്ത പ്രാവശ്യം ഇരിക്കണത് കേട്ടോ. കുറെ എണ്ണം റെഡി ആവുന്നുണ്ട് കണ്ടോ. കുറച്ചൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടോ കഴിഞ്ഞൊക്കെ പോവാത്ത ഈ പിടുത്തവും ഈ വെപ്രാളവും ഈ പരവേഷവും നമുക്ക് ഇതുവരെ ഉണ്ടാക്കി എത്രയോ പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. ആദ്യം വെച്ച് പൊടിഞ്ഞൊക്കെ എടുക്കൂട്ടോ. അപ്പൊ നല്ല നമുക്ക് വൈകിട്ട് കഴിക്കാം. ഓക്കെ അതുപോലെ കഴിക്കാം. നല്ല പിന്നെയാണ് കഴിക്കുന്നത്. കടിക്കാം. നമ്മള് കട്ട്ലേറ്റ് ഇങ്ങനെ നോക്ക്. നമ്മള് കട്ട്ലേറ്റ് കഴിക്കാൻ പോവാണ്. നല്ല പൊട്ടറ്റ വേവിച്ചത് പോലെ നല്ല സോഫ്റ്റ് ആണ്. കരിഞ്ഞു പോയാണ്. പൊട്ട മാത്രം ഭയങ്കര ചൂടാ. അത്രയും കഴിക്കണ്ട. രണ്ടുപേരും എടുക്കാം. ഇന്നത്തെ എന്റെ എടുക്ക്. ഞാൻ തന്നെ എടുക്കാം. പോസ് ചെയ്യട്ടെ. പോസ് ചെയ്താൽ മതിയോ? എല്ലാവരും ഈ വീഡിയോ കാണുന്നവരെല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ ബെല്ലൈക്കനും ഒന്ന് ഞെക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്. എന്നെ കാണാമോ? ഇല്ല. ആദ്യം വെക്കണോ? ശരി കാണാൻ പറ്റുന്നില്ല. ആദ്യം മതി ഇച്ചിരി ട്രൈപോഡ്. അല്ല ട്രൈപോഡ് ശരി. അതെ ഇളകിയിരിക്കുവാണേ. പൊറോട്ട് മാറ്റോ ഒട്ടും ചൂടെ പൊറോട്ട വലിക്കുക. ഇതിൽ കിട്ടുന്നത് അല്ലെ ഞാൻ 0.5 ഇടാം. കുറയ്ക്കണോ ചെറുതാക്കണോ? ഇപ്പൊ കറക്റ്റാ. ഇപ്പൊ കിട്ടും. ഇവിടം വരെ കിട്ടുള്ളൂ. ഇവിടം വരെ കിട്ടുള്ളൂ. കിട്ടത്തില്ല. അത് താത്തിക്ക് പിടിച്ചിട്ടുണ്ടല്ലോ അവിടെ. കുറച്ച് താത്ത. നിർത്തിക്ക്. മതി മതി. ഇപ്പൊ ലെവലാ. വിട്ടേ. ലെവലാ ലെവലാ ലെവലാ. ഇപ്പൊ നോക്കി. അമ്മ എടുക്കാൻ പോകുന്നു. കൊച്ചുങ്ങളെ കാണാൻ പാടില്ല. ഞാൻ അവിടെ കുഞ്ഞിരിക്കുവാ. ഞാൻ നോക്കട്ടെ.
മറ്റേ അവിടെയല്ല പാടണേ. മീൻസ് അങ്ങനെയല്ല ഇത് ഞാൻ വായിക്കട്ടെ. ഇത് ഇങ്ങോട്ട് വേണ്ട ഇങ്ങോട്ട് ഈ കൈ അങ്ങോട്ട് തിരിക്കും മറ്റേ കൈയിലോട്ട് അങ്ങനെ ആയിരിക്കും. ആ, ഓ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ പൊന്നി, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഇത് വല്ലതും നോക്കണം. ഹാപ്പി ബർത്ത്ഡേ ടു യു ഡിയർ അമ്മ, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഒരാളുണ്ടോ? തീറ്റോടങ്ങിയല്ലേ ചോറുണ്ടാകും. ഓണായിരുന്നല്ലോ അല്ലേ? കിട്ടിയോ? ഓഫർ അടിക്കുന്ന കിട്ടിയോ? എവിടെയെങ്കിലും ഒക്കെ ഉണ്ട്. 5-6 എടുക്കണ്ടല്ലോ അതെ.